ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. നമ്മെ നിരന്തരം പരീക്ഷിക്കുകയും പാപം ചെയ്യുവാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന സൂത്രശാലിയായ ശത്രുവിനെ നേരിടേണ്ട വിധങ്ങൾ ഏവയെന്ന് തിരുവചനാടിസ്ഥാനത്തിൽ അല്പമായെങ്കിലും പ്രിയപ്പെട്ടവരോടൊപ്പം ചിന്തിക്കുവാൻ ഇന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് പിശാചിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക, ദൈവത്തിന് കീഴടങ്ങുവാൻ തുടങ്ങുക എന്നതാണ്. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും തങ്ങളുടെ ഓരോ പാപ സ്വഭാവത്തിനും അനുചിതമായ വാക്കുകൾക്കും അകൃത്യങ്ങൾക്കും അനീതികൾക്കും പിശാചിനെ കുറ്റപ്പെടുത്തുവാൻ തിടുക്കം കാട്ടുക സാധാരണവും സ്വാഭാവികവുമാണ്. തിരുവചനത്തിൽ പിശാച് ഒരു യാഥാർത്ഥ്യവും അവൻ ഏഷണിക്കാരനും കൊലപാതകനും വഞ്ചകനുമാണെന്ന് ഒക്കെ പഠിപ്പിച്ചിരുന്നാലും നമ്മുടെ അനുസരണക്കേടുകൾക്ക് അവനെ മറയായി ഉപയോഗിക്കാൻ ഒരിക്കലും ദൈവവചനം അനുവാദം നൽകുന്നില്ല. പരിശുദ്ധ ആത്മാവ് തിരുവചനത്തിൽ കൂടെ വളരെ ശക്തമായും വ്യക്തമായും നമ്മോട് പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ്. യാക്കോബ് 4:7. ഇവിടെ നമ്മൾ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്താണത്? പിശാചിനോട് എതിർക്കുന്നതിന് മുമ്പ് ദിവ്യശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിന് കീഴടങ്ങുവാൻ കൽപ്പിച്ചിരിക്കുന്നു. അഹങ്കാരം, കോപം, ആസക്തി, ദുരാഗ്രഹം, ക്ഷമയില്ലായ്മ തുടങ്ങിയവ നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ പിശാചിന് നമ്മെ കീഴടക്കേണ്ടതേ ഇല്ല. നാം തന്നെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ദൈവത്തിന് കീഴടങ്ങാതെ എതിർത്തിട്ട് ജയിക്കാൻ പ്രയാസമാണ്. കീഴടങ്ങലാണ് അധികാരത്തിൻ്റെ ഉറവിടം. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങി പിശാചിനോടും പൈശാചിക സ്വഭാവത്തോടും സധൈര്യം എതിർക്കുന്നതിന് അധികാരവും ശക്തിയും പ്രാപിക്കണം. നമ്മുടെ യേശുനാഥൻ തന്നെ നമ്മോട് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10:19. പിശാച് അനുസരണയുള്ള വിശ്വാസിയേക്കാൾ ശക്തനല്ല. അവൻ സർവശക്തനല്ല. അവനെ തടയാനാകാത്ത വിധം അവനൊന്നുമല്ല. യേശുക്രിസ്തു തന്നെ നമ്മെ സർവ അധികാരത്തോടും ശക്തിയോടും നമ്മെ സന്നദ്ധരാക്കി അനുഗ്രഹിച്ചിരിക്കുന്നു. ഭയപ്പെടാൻ അല്ല, കീഴടങ്ങുവാനും അല്ല, മറിച്ച് ജയത്തിൽ നടക്കാൻ. നാം പാപത്തിൽ തുടരുന്നുവെങ്കിൽ അത് പിശാചിന്റെ ശക്തിയാൽ അല്ല, ദൈവം നൽകിയ അധികാരം ഉപയോഗിക്കാൻ നാം നിരസിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന അതിലും മഹത്തായ സത്യം ഇതാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാൻ 4:4. പരിശുദ്ധ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ സജീവമായി വ്യാപരിക്കണം. അങ്ങനെ ആകുമ്പോൾ പിശാച് എന്നെ ഇത് ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ല, നാം പാപം ചെയ്യുമ്പോൾ അത് ശക്തിയുടെ കുറവ് അല്ല, അനുസരണത്തിൻ്റെ പരാജയമാണ്. നമ്മിലുള്ള ആത്മാവ് എല്ലാ പ്രലോഭനത്തെക്കാളും എല്ലാ കള്ളത്തിനേക്കാളും ശത്രുവിൻ്റെ എല്ലാ
തന്ത്രങ്ങളെക്കാളും മഹത്വമേറിയവനും നീതിമാനും സർവശക്തനും ആകുന്നു. പിശാച് പ്രലോഭിപ്പിക്കുന്നു. തിരഞ്ഞെടുക്കുന്നത് നമ്മൾ മാത്രമാണ്. പിശാച് നിർദ്ദേശിക്കുന്നു. തീരുമാനം എടുക്കുന്നത് നമ്മൾ മാത്രമാണ്. പിശാച് വഞ്ചിക്കുന്നു. സത്യം നമ്മോടൊപ്പം മാത്രം ആണ്. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് പിശാചിനെ കുറ്റപ്പെടുത്തി ശത്രുവിനെ മഹത്വപ്പെടുത്തുന്നത് നാം എന്നേക്കുമായി നിർത്തേണ്ടിയിരിക്കുന്നു. പകരം വിനയത്തോടെ മനസ്സ് തിരിഞ്ഞ് പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങി ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്തിൽ എഴുന്നേറ്റ് നിൽക്കണം. ജയം എന്ന് പറയുന്നത് നാം കാത്തിരിക്കുന്ന ഒന്നല്ല, ദിവസം പ്രതി നടപ്പിലാക്കേണ്ട നമ്മുടെ മഹത്തായ വിളിയാണ്. മർമ്മപ്രധാനമായ 3 കാര്യങ്ങൾ നാം മറക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക. എന്താണത്? ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങുക, പിശാചിനെ സധൈര്യം എതിർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തന്നെ നടക്കുക. സകല മഹത്വവും ബഹുമാനവും ശക്തിയും ബലവും നമ്മുടെ ദൈവത്തിന് ആകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീ പരിശുദ്ധനും നീതിമാനും ന്യായാധിപനുമാകുന്നുവെന്ന് അംഗീകരിച്ച് വിനയമുള്ള ഹൃദയങ്ങളോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വരുന്നു. ഞങ്ങളുടെ സ്വന്തം അനുസരണക്കേടുകളിൽ നിന്നുണ്ടായ പാപങ്ങൾക്ക്, പിശാചിനെ കുറ്റപ്പെടുത്തിയ എല്ലാ അവസരങ്ങൾക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദുർബലമാക്കുന്ന അഹങ്കാരം, സ്വയം വഞ്ചന, ന്യായീകരണങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും നിനക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും ആഗ്രഹങ്ങളും പ്രവൃത്തികളും നിന്റെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നിന്റെ വചനത്തിൻ്റെ അധികാരത്താലും ഞങ്ങൾ പിശാചിനെയും ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഫൽസിക്കുന്നു. കർത്താവായ യേശുവേ, ശത്രുവിൻ്റെ സകല ബലത്തെയും ജയിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നൽകിയ അധികാരത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ആ അധികാരത്തിൽ വിനയത്തോടെയും ജ്ഞാനത്തോടെയും അനുസരണയോടെയും നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകത്തിൽ ഉള്ളവനേക്കാൾ ഞങ്ങളിലുള്ളവൻ മഹത്തായവനാണെന്ന സത്യം ദിവസേന ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. പ്രലോഭനത്തെക്കാൾ നീതിയെ, വഞ്ചനയേക്കാൾ സത്യത്തെ, വഴങ്ങലിനേക്കാൾ അനുസരണത്തെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ നാമമഹത്വത്തിന് ഇടയായിത്തീരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ ജയം ലോകത്തിന് ഒരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അമൂല്യവും ശക്തിയുമുള്ള ധന്യനാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന വിനയത്തോടെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.